ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. കുക്കിംഗ് വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ കുക്കിംഗ് ഒന്നുമല്ല. എൻ്റെ മനസ്സിൽ തോന്നിയ ചെറിയൊരു ഐഡിയ ആണ്. ഫിഷ് വെച്ചിട്ട്, ഫിഷ് ബിരിയാണി ഒന്നുമല്ല, നമ്മളിപ്പോൾ ഇറച്ചിച്ചോറ് എന്നൊക്കെ പറയുന്ന പോലെ ഫിഷ് വെച്ചിട്ട് ചോറ്, ഫിഷ് വെച്ചിട്ട് റൈസ്. അപ്പോൾ എൻ്റെ മനസ്സിലുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ വെച്ച്, എൻ്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ വെച്ച് ഞാനൊരു ചെറിയൊരു ഫിഷ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണോ നമ്മുടെ ഐറ്റം, ഫിഷ് റൈസിലേക്ക് വേണ്ടിയിട്ടുള്ള മീൻ ഇതാണ്. ഇതിൻ്റെ പേര് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല, എന്തായാലും പറഞ്ഞു, ഞാൻ മറന്നുപോയി. അപ്പോൾ എന്തായാലും കാറ്ററിംഗ് ഇതൊന്നുമല്ല. എന്തായാലും നമുക്ക് നേരെ ഇത് റെഡിയാക്കുന്നതിലേക്ക് പോവാം. കടുക്കണ്ടേ? ഇത് വേറെ അതല്ല പാരല്ല, വേറൊന്നും മീനാ. നോക്കട്ടെ, അടുത്തില്ല, അങ്ങനെ നോക്കാം. ഇനി വറക്കെടുക്ക്, വറക്ക പീസ് ഉണ്ടായിട്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ 3 മീനും നമ്മൾ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് വാഷ് ചെയ്ത് നമുക്ക് കട്ട് ചെയ്യണം. അതിന് നമുക്ക് ബേസിനും കാര്യങ്ങളൊക്കെ വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മളിത് വാഷ് ചെയ്തിട്ട് എത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് എന്തായാലും കട്ട് ചെയ്തിട്ട് ബാക്കി നോക്കാം. നമ്മളിതാ ഓരോ പീസ് എടുത്തിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ രണ്ട് പീസാക്കണം കേട്ടോ, അല്ലാതെ ആകെ ചെറിയ കഷ്ണങ്ങളല്ലേ ഉള്ളൂ. ഓക്കെ, ചിലത് നമ്മളെന്ന് കുറച്ച് ഇത് പറ്റി, നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഫസ്റ്റ് ടൈം. അവിടെ ഇവിടെ നമുക്ക് കണ്ടിട്ടുള്ള പരിചയമല്ലാതെ നമുക്കിത് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസും ഇല്ല. നമ്മുടെ മനസ്സിൽ തോന്നിയത് ആഗ്രഹം നമ്മൾ ചെയ്യുന്നത് മാത്രം. അതുപോലെ മനസ്സിൽ വെച്ചിരുന്നൊരു കാര്യമില്ലല്ലോ. അപ്പോൾ അതിൻ്റെതായ പരിമിതികളും കുറവുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ വ്യൂവേഴ്സ് എന്ത് ചെയ്യുക, ഇത് ക്ഷമിക്കുക. ഓക്കെ, നമ്മൾ മുറിക്കൽ കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യും, നമുക്കതിൽ മസാല തിരുമ്പണം. മസാല തിരുമ്പുക, നമ്മുടെ ഐറ്റംസ് നമ്മൾ വീണ്ടും നമ്മളെ പാത്രത്തേക്ക് തന്നെ തട്ടുകയാണ്. എന്നിട്ട് നമുക്ക് ഓരോന്ന് എടുത്തിട്ട് ഇടുക. കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി,
അങ്ങനെ എൻ്റെ കൈ വിരലുകൾ സ്പർശനം മേൽക്കട്ടെ. ഇതിൽ സെൻറ്ററിൽ ഇടും. എന്താ അവിടെ ഇട്ടുന്നത്? അത് പോരാ നോക്കി തോന്നുന്നു. മഞ്ഞപ്പൊടി കുറച്ച് മതി കേട്ടോ. പിന്നെ വേറെ എന്താ ഉള്ളത്? മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, അതിൻ്റെ പകുതി മതി. അത് കേട്ടോ. മല്ലിപ്പൊടി വേണ്ട. വേറെ എന്താ ഉള്ളത്? മുളക് പൊടി, മല്ലിപ്പൊടി, ഫിഷിൻ്റെ എന്തെങ്കിലും ഉണ്ടോ? ഫിഷ് മസാല എന്തെങ്കിലും? ഉപ്പല്ലാതെ ഉപ്പ് കുറച്ചിട്ട് ഇതിക്ക് ആവശ്യമുള്ള ഉപ്പിട്. അത്ര വേണ്ടെന്നൊക്കെ തോന്നുന്നു. കുറച്ചുകൂടി കുറയ്ക്ക്. മതി കേട്ടോ. നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അടുത്ത ഐറ്റംസ് വന്നു. തക്കാളി വന്നിട്ടുണ്ട്. ഇതെല്ലാം വാഷ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇതും കൂടി ഒന്ന് നന്നാക്കി എടുക്കാം. പിന്നെ 2-3 പച്ചമുളക് കൂടി നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ. അതാണ് നമ്മളത്തെ ഐറ്റംസ്, ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. നമുക്ക് എന്തായാലും ഇത് നേരെയാക്കാം. വെളുത്തുള്ളി നേരെയാക്കാം ആദ്യം. അപ്പോൾ നമ്മളെല്ലാം കഴുകി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓരോന്നോരോന്ന് നേരെയാക്കാം. അപ്പോൾ നമുക്കിതാ നമ്മുടെ ക്രഷറിലിട്ടിട്ട് ഇഞ്ചി ഫുള്ള് വേണ്ട കേട്ടോ. ഇഞ്ചി ഒരു കഷ്ണം മതി. ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോഴേ നേരെയാവില്ല. അപ്പോൾ നമുക്ക് കഷ്ണം കഷ്ണമൊക്കെ ഇടാം. വെളുത്തുള്ളി, അവസാനം നമുക്ക് പച്ചമുളക് ഇടാം. അടുത്ത് നമുക്ക് പച്ചമുളക് ഇടാം. പച്ചമുളക് അങ്ങനെ ഇട്ടാലും കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നുണ്ട്. 2 മതി. യെസ്, നല്ല അടിപൊളി വന്നിട്ടുണ്ട്. എന്തായാലും ഇവിടെ മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മളിതാ നമ്മുടെ ചട്ടി വെച്ചു. നമുക്കിനി മീൻ ഒന്ന് വറക്കണ്ടോ. നമ്മൾ ഇതിലാണ് വറക്കുന്നത്. കുറച്ച് എണ്ണ ഒഴിക്കട്ടെ. ചട്ടി ചൂടാകുമ്പോഴേക്കും ഇതിലേക്ക് അത്ര എണ്ണയുടെ ആവശ്യമില്ല. എന്നാലും നമ്മളിടുന്ന എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫ്രീസറിൽ നിന്ന് എടുത്ത് വെച്ച മീൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്, അതിടാം. ഓക്കെ, നമുക്കൊരു സൈഡിൽ നിന്ന് ഓരോന്ന് ഇട്ട് കൊടുക്കാം.
അപ്പോൾ നമ്മളെ മീൻ ഇതാ വറുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതായി വരട്ടെ, എന്നിട്ട് വേണം നമുക്ക് അടുത്ത പ്രിപ്പറേഷൻ തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് മറ്റേ പണി തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ മീൻ വറുക്കുന്നത് ഇങ്ങോട്ട് ഇപ്പുറത്തെ ചെറിയ അടുപ്പിലേക്ക് വെക്കാം. അത് നമുക്ക് ഇതിലേക്ക് വലിയ ചട്ടി വെക്കാം. അതിലേക്ക് ഇനി നമുക്ക് ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ ഒഴിക്കാം. ഇവിടെ നമുക്ക് അടുക്കളയിൽ വന്ന പണിയാണ്. നമ്മൾ ഉള്ളി വാട്ടാൻ വേണ്ടിയിട്ടുള്ള ഇതെടുത്തു. കറിവേപ്പിലുണ്ടോ? തരൂ. ഇല മാത്രം ഊരിയെടുത്തിട്ട് മാക്സിമം അയ്യോ എണ്ണ ചൂടാവുന്നുണ്ടെന്നുള്ളൂ കേട്ടോ, സാരില്ല, പോട്ടെ. എണ്ണ നല്ല ചൂടായി വരട്ടെ. അപ്പോൾ അതങ്ങനെ കറിവേപ്പില ഇതായി വരുന്ന സമയത്ത് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും, പിന്നെ എന്താട്ടത്, ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി, ചെക്ക എന്താ പറയുക സൗണ്ടും ബഹളം എടുത്ത് ചെക്കമ്മ നിർത്തിയൊക്കെ കണ്ട് നമ്മളൊരു ഫിഷ് റൈസ് ഉണ്ടാക്കുക. ഫിഷ് റൈസ്, ഫിഷ് റൈസ്, ഫിഷ് ബിരിയാണി അല്ല, ഫിഷ് റൈസ്. ഞാനാണ് ആദ്യമായിട്ട് ട്രൈ ചെയ്യണത്. അപ്പം നമുക്ക് അതിലേക്ക് ഉള്ളി ഇടാം. ഉള്ളി നല്ലോണം വാടണം, മസ്റ്റാണ്. ഉള്ളി വാടട്ടെ. അപ്പോൾ നമ്മളെ ഉള്ളി അത്യാവശ്യം വാടിയതായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ തക്കാളി ഇടാം കേട്ടോ. തക്കാളി ഇട്ടിട്ട് കുറച്ച് ഉപ്പും പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള മസാലകളും ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നേരെ നമ്മുടെ റൈസും കാര്യങ്ങളൊക്കെ തട്ടി സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ലൈറ്റായിട്ട് മഞ്ഞപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ. ലൈറ്റായിട്ട് ഇടുന്നുണ്ട്, വളരെ ലൈറ്റായിട്ട്. കുറച്ച് മഞ്ഞപ്പൊടി പേരിന് കേട്ടോ. പിന്നെ നമ്മളെ മെയിനായിട്ടാണ് ബിരിയാണി മസാല, അത് നമ്മൾ കുറച്ചിടുന്നുണ്ട്. ഓവറായിട്ട് കുത്ത് വരണ്ട, എന്നാലും കുറച്ച് ബിരിയാണി മസാല ഇട്ടു നമ്മൾ ഇല്ലേ. ഇനി എന്ത് ചെയ്യുക, അത് ഓവറായി കഴിഞ്ഞാലും പ്രശ്നമാണ്. ഇനി കുറച്ച് മുളക് പൊടി എവിടെ വെച്ചേക്കുന്നു നോക്കട്ടെ കേട്ടോ. മുളക് പൊടി പാത്രം കാണാമല്ലോ. മുളക് പൊടി പാത്രം ഇവിടെ ഉണ്ട്. നമുക്കൊരു ഈ ഒരു ചോറിന് ഈ ഒരു സ്പൂണ് 1.5 സ്പൂണോളം മുളക് പൊടി ഇടുന്നുണ്ട് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളം ഒഴിക്കണം കേട്ടോ. ഒന്ന് ചൂടായി വരുമ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ വെള്ളം തന്നെ ഒഴിക്കാം കേട്ടോ. ഇതിലാക്കിയ ഇതിൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നേരെ എന്തുണ്ടാവും, നല്ല ഇതിൻ്റെ മസാലയും കാര്യങ്ങളൊക്കെ ആക്കി പോയിക്കോളും. അയ്യോ ഒഴിച്ചപ്പോൾ അത് വീണു കേട്ടോ. മാറ്റി വെച്ചു.
അത്ര മതിയായിരിക്കും എന്ന് തോന്നുന്നുണ്ട്, നോക്കാം. തുള്ളി കൂടി ഒഴിക്കണം കേട്ടോ, അല്ലെങ്കിൽ എന്താ അറിയോ, നമുക്ക് റൈസ് ഇടുമ്പോൾ ആകെ കട്ടായി പോകും. ഞാൻ തിളക്കിട്ടോ. ഉപ്പ് കുറവുണ്ടെങ്കിൽ നമ്മൾ ചോറിനോട് കണക്കാക്കിയിട്ടുള്ള ഉപ്പ് വേണം ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ. ഉപ്പ് നല്ല കുറവുണ്ട്, ഉപ്പിടാം. ചോറിനോട് കണക്കാക്കിയിട്ട് നമ്മൾ ഇടുന്നു കേട്ടോ. ഇനി എന്ത് ചെയ്യുക, നമുക്ക് ഇതിലേക്ക് നമ്മുടെ മീനും കൂടി ഇട്ടൊന്ന് വേവിക്കുക. കാരണം നമ്മൾ വറുത്തിട്ടുണ്ടെങ്കിലും ഒന്നുകൂടി ഉള്ളു വേവാണെങ്കിൽ വന്നോട്ടെ, ആ ക്രിസ്പി ആയത് കഴിക്കാനുള്ള പൂതി നമുക്ക് നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഓരോരോ പീസ് മീനുകൾ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതെല്ലാവർക്കും കിട്ടിയ മതിയായിരുന്നു എന്നുള്ള ഈ കഷ്ണൊക്കെ. ചോറിട്ടാ തിങ്ങി. എനിക്ക് കുറച്ച് ചോറ് എടുത്തിട്ടോ, നിറച്ചെടുത്തോ. ഇതെന്താ ഇളക്കിയിട്ട് എടുക്കാറെന്നോ. നമ്മളെന്തായാലും ഈ ചോറ് തന്നെ, അല്ല ഈ ചട്ടി തന്നെ ചോറിട്ട് ഇളക്കിയിട്ടോ എടുക്കുന്നത്. അതിലിട്ട് ഇളക്കിയിട്ടാ, പിന്നെ വേണമെങ്കിൽ ഞാൻ പറയാം. അപ്പോൾ ആ എണ്ണയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നല്ല ഉണ്ടാവും. അതുവരെ നമുക്കിത് വേവും ചെയ്യട്ടെ, ഉപ്പും കാര്യങ്ങളൊക്കെ നല്ല പിടിക്കട്ടെ. ഇല്ലാത്തതൊക്കെ ഇപ്പോൾ കുറവുകൊണ്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. കുറേശ്ശെ റൈസ് ഇട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. മീൻ ഉടയാനും പറ്റില്ല. ഉടഞ്ഞാലും കുഴപ്പമില്ല, നമുക്ക് അവിടുന്ന് ഇവിടുന്ന് കിട്ടും. ഉള്ളിൽ ചണ്ടിപ്പോണ് നോക്കിയാൽ മതി. നമുക്ക് കുറച്ചുകൂടി ചോറിടണം. അപ്പോൾ നമ്മുടെ ഐറ്റം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അവസാനത്തെ കൈയായിട്ടുള്ള വെളിച്ചെണ്ണ ജസ്റ്റ് ഒന്ന് മുകളിലൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ ഹോള് ഉണ്ടാക്കിയിട്ടില്ലേ, ഹോൾ ഉണ്ടാക്കാത്തതാണ് ഇത്. ഓട്ടോ തമ്മ
പിന്നെ എങ്ങനെ പിന്നെ ഓട്ടോ കുത്താതെ എങ്ങനെയത് ഇല്ല നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. നമ്മളെ സംഭവം റെഡി ആയിട്ടോ. നമുക്ക് ഇനി ഓഫ് ചെയ്യാം. നന്നായിട്ട് നിലക്കാം. അല്ല അവസാനത്തെ നമ്മുടെ വർത്താനം കണ്ടില്ലേ, അങ്ങനെ കാട്ടിക്കേറി എന്ത് ചെയ്യുന്നു. എങ്ങനെ അപ്പം ആദ്യം പറഞ്ഞോണേ രസമുണ്ടെന്ന്. പ്ലേറ്റ് കണ്ടപ്പോൾ മനസ്സിലായി.